സോ ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ചാപ്റ്ററാണ് റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി. സോ ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആൾക്കാരൊക്കെ പല തരത്തിലുള്ള ആൾക്കാരാണ്. ഒരാളും നമുക്ക് ഒരുപോലെയാണെന്ന് പറയാൻ പറ്റില്ല. എവ്രി വൺ ഈസ് ഈച്ച് ആൻഡ് എവ്രി വൺ ഈസ് യുണീക്ക് അല്ലേ? അപ്പം നിങ്ങൾ ഈ ഒരു ഇമേജ് കണ്ടോ? ഈ ഇമേജിൽ ചില ആൾക്കാരുണ്ടോ വെറുതെ ജനലിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ബുക്ക് വായിക്കോ പാട്ട് കേൾക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ചില ആൾക്കാർ ഒരു കൂട്ടത്തിൽ വല്ല പാർട്ടിക്കൊക്കെ പോയാലും ദേ ലൈക്ക് ടു റിമെയിൻ അലോൺ അല്ലേ? കുറച്ച് ആൾക്കാർ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ഷെ ചില ആൾക്കാരാണെങ്കിലും ഇവിടെ പോയാലും നന്നായി സംസാരിക്കും, ചുറ്റുമുള്ള ആൾക്കാരൊക്കെ നന്നായി ഇടപെടും. ചില ആൾക്കാർ ഇടപെടില്ല, ബിക്കോസ് പക്ഷേ ഇടപെട്ടില്ല എന്ന് വെച്ചാൽ അവർ അങ്ങനെ തീരെ ഒന്നും ഉണ്ടാതിരിക്കുന്നല്ല, പക്ഷേ അവർ അവരുടെ കമ്പനിയിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടായിരിക്കണം അല്ലേ? അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന് പറയുകയാണെങ്കിൽ, ജസ്റ്റ് അവരുടെ റിയാക്ടിവിറ്റി പറയുകയാണെങ്കിൽ, ആരാണ് നന്നായി റിയാക്ട് ചെയ്യാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, കൂടുതലായിട്ട് ഇങ്ങനെ ആൾക്കാരോട് സംസാരിക്കുന്ന ആൾക്കാർ ജനറൽ ആയിട്ട് കൂടുതൽ റിയാക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാം അല്ലേ? അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് നമ്മൾ മെറ്റൽസിന്റെ റിയാക്ടിവിറ്റി പറയുമ്പോൾ. ചില മെറ്റൽസ് നന്നായി റിയാക്ട് ചെയ്യും, എന്നാൽ ചിലത് വളരെ കുറച്ച് റിയാക്ട് ചെയ്യും. പിന്നെ ചിലതുണ്ട്, ചില കുറച്ച് എലമെന്റ്സ് എന്ന് വെച്ചാൽ മോഡറേറ്റ് ലെവൽ ഓഫ് റിയാക്ടിവിറ്റി ആണ്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ ബേസിക്കലി പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ കുറച്ച് കാര്യം. ഒന്നാമത്തെ കാര്യം, മെറ്റൽസ് എങ്ങനെ പല പല സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യും. രണ്ടാമത്തെ കാര്യം, മെറ്റലിന്റെ പല റിയാക്ഷൻസ് നമ്മൾ. പിന്നെ ഈ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ ജഡ്ജ് ചെയ്ത് ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമ്മളൊരു സീരീസ് പഠിക്കും. ഓരോ മെറ്റലിനെയും അതിന് എത്രത്തോളം റിയാക്ടിവിറ്റി, ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റിയിൽ നമ്മളൊരു സീരീസ് പഠിക്കും. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാവും പല മെറ്റൽസും പല കാര്യങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഉദാഹരണം, അയൺ എടുക്കുക. അയൺ നമുക്ക് എന്തറിയാം? അയൺ റസ്റ്റിങ് ചെയ്യുന്നു നമുക്കറിയാം അല്ലേ? പക്ഷെ അതുപോലെ തന്നെ നിങ്ങൾ ഗോൾഡ് ഓർണമെന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഗോൾഡ് ഓർണമെന്റ്സ് ഒക്കെ റസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഒരിക്കലും നിങ്ങൾ കാണാൻ സാധ്യതയില്ല. ഗോൾഡ് ഓർണമെന്റ്സ് റെയർലി റസ്റ്റ്. കോപ്പർ എടുത്തു കഴിഞ്ഞാൽ കോപ്പർ റെസ്റ്റ് ചെയ്യില്ല. കോപ്പർ പക്ഷെ വെർഡിഗ്രീസ് എന്ന് പറഞ്ഞ രീതിയിൽ അതിന്റെ മുകളിൽ ചെറുതായിട്ട് ഈ പച്ച കളറൊക്കെ വന്നിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥ. നിങ്ങൾ പഴയ ഈ ചെമ്പിന്റെ പാത്രം, ചെമ്പ് എന്നാണ് നമ്മൾ കോപ്പറിന് മലയാളത്തിൽ പറയാം. കോപ്പറിന്റെ വലിയ വലിയ പാത്രങ്ങൾ പഴയ ഒരുപാട് കാലത്ത് കഴിഞ്ഞാൽ അതിന്റെ സൈഡിലും വശങ്ങളിലൊക്കെ ഒരു പച്ച കളറുള്ള ഒരു എന്താ പറയുക ഒരു ലെയർ പോലെ നിങ്ങൾ കാണാം. അതാണ് ഈ വെർഡിഗ്രീസ് എന്ന് പറയുന്നത്. നമ്മളെ അയണിന്റെ റസ്റ്റിംഗ് പോലെ കോപ്പറിന് ഉണ്ടാവുന്നുണ്ട്. ക്ലാവ് എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, ഇതുപോലെ ഇതൊക്കെ കുറെ കാലം കഴിഞ്ഞിട്ടാണ്. പെട്ടെന്ന് ഇപ്പൊ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് തുരുമ്പിക്കോ അങ്ങനത്തെ തുരുമ്പിക്കുന്ന അവസ്ഥയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ബട്ട് സ്റ്റിൽ തുരുമ്പിക്കുക എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഈ വെർഡിഗ്രീസ് ക്ലാവ് പിടിക്കുക എന്നൊക്കെ പറയുന്നത് ഒരുതരം റിയാക്ഷനാണ്. സോ ഇതൊക്കെ കാണിക്കുന്ന അത്തരം മെറ്റൽസ്, ചില മെറ്റൽസ് റിയാക്ട് ചെയ്യുന്നു, ചില മെറ്റൽസ് റിയാക്ട് ചെയ്യുന്നില്ല അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അതാണ് കാര്യം. അപ്പൊ അതുപോലുള്ള പല ഫിനോമിനൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. എങ്ങനെയുള്ള ജനറലായിട്ട് എയറിന്റെ പ്രസൻസിലും വാട്ടറിന്റെ പ്രസൻസിലും ആസിഡിന്റെ പ്രസൻസിലും ഒക്കെ എങ്ങനെയൊക്കെ മെറ്റൽസ് റിയാക്ട് ചെയ്യുന്നു, ആ റിയാക്ട് ചെയ്യുന്ന ബേസിസിൽ നമുക്ക് അതിനൊരു ഓർഡറിൽ എഴുതാൻ പറ്റുമോ, അത്തരം കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വേറൊരു പോർഷനാണ് ഇലക്ട്രോ കെമിസ്ട്രി. നിങ്ങൾ മിക്കവാറും ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാവാം, അല്ലെങ്കിൽ മുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ജസ്റ്റ് പാസിംഗ് ആയിട്ട് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടാവും അല്ലേ? ഒരു റിഡോക്സ് റിയാക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞു പോയിട്ടുണ്ടാവും ഇലക്ട്രോ കെമിസ്ട്രി. ബേസിക്കലി ഇലക്ട്രോ കെമിസ്ട്രി ഒരു ഫീൽഡാണ്, കെമിസ്ട്രിയുടെ തന്നെ ഒരു ഫീൽഡാണ്. ആ ഫീൽഡിൽ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കെമിക്കൽ എനർജിയെ നമുക്ക് എങ്ങനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാം, അതുപോലെ ഇലക്ട്രിക്കൽ എനർജിയെ നമുക്ക് എങ്ങനെ കെമിക്കൽ എനർജി ആക്കി മാറ്റാം. കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. നമുക്കൊരു കേസ് എടുക്കാം. ഉദാഹരണത്തിന് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ വയർലെസ് ഡിവൈസസ്, അല്ലെങ്കിൽ വയർലെസ് അല്ലാത്ത ചാർജ് ചെയ്യാൻ പറ്റാത്ത ഡിവൈസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഉദാഹരണം നമ്മുടെ ക്ലോക്ക് വാച്ച്, അല്ലെങ്കിൽ പഴയ ടൈപ്പ് അനലോഗ് വാച്ച്, ഡിജിറ്റൽ വാച്ച്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ വയർലെസ് ഡിവൈസസ്, അതായത് നമ്മുടെ ഈ വയർലെസ് ഇയർഫോൺസ്, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ, ഇതൊക്കെ നമ്മൾ ചാർജ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പൊ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ചാർജ് ചെയ്യുമ്പോൾ ബേസിക്കലി നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയാണ് കൊടുക്കുന്നത് അല്ലേ? ഇലക്ട്രിക്കൽ എനർജി എന്ത് ചെയ്യും? ഈ ബാറ്ററീസിലൊക്കെ ഉള്ള സാധനങ്ങളുണ്ടല്ലോ, ഈ ബാറ്ററീസിലൊക്കെ കാണുന്നത് കെമിക്കൽസ് ആണ്, അല്ലെ മെറ്റൽസ് ആണ്. ഓക്കെ, ബേസിക്കലി നമ്മുടെ വയർലെസ് ഡിവൈസസിലൊക്കെ കാണുന്ന മെറ്റൽസ് ജനറലി ലിഥിയം അയോൺ ബാറ്ററീസ് ആണ്. ഓക്കെ, ലിഥിയം അയോൺ ബാറ്ററീസ് ആണ്. അതല്ലാതെ പലതരത്തിലുള്ള ബാറ്ററീസ് ഉണ്ട്. മെർക്കുറി ബാറ്ററീസ് ഒക്കെയാണ്. വാച്ചിൽ ചെറിയ ബട്ടൺ ബാറ്ററീസ് ഒക്കെ ഇല്ലേ, അത് മെർക്കുറി ബാറ്ററീസ് ആണ്. അതുപോലെ നോർമൽ നമ്മുടെ റൈസലിലൊക്കെ ഇടുന്ന അതിൽ സിങ്കും മാംഗനീസും ഒക്കെ ചേർന്നിട്ടുള്ള ബാറ്ററീസ് ആണ്. ഓക്കെ, അപ്പോൾ ബാറ്ററീസ് ഒക്കെ പലതരത്തിലും. പക്ഷേ ഇതിലുള്ള ഈ ലിഥിയം അയൺ ബാറ്ററി ഒക്കെ ഉള്ള ഇലക്ട്രിക്കൽ വയർലെസ് ഡിവൈസിൽ എന്താ നടക്കുന്നത്? നമ്മൾ ഇലക്ട്രിസിറ്റി, അതായത് നമ്മൾ ചാർജ് ചെയ്യുമായിരുന്നു, ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ആ ബാറ്ററി റിയാക്ട് ചെയ്യും. ബാറ്ററിയിലുള്ള എലമെന്റ്സ് മെറ്റൽസ് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. ആ കെമിക്കൽ റിയാക്ഷൻ ഒക്കെ നടക്കുമ്പോൾ എന്ത് ചെയ്യും? അത് പിന്നെയും എനർജി ഡെവലപ്പ് ചെയ്യും. ആ റിയാക്ഷൻ വഴി ഉണ്ടാകുന്ന ഒരു എനർജി ഉണ്ടല്ലോ, കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു എനർജി ഉണ്ടാവും. ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഡിവൈസസ് കുറെ മണിക്കൂറുകളോളം, പിന്നെ ആ റിയാക്ഷൻ തീരുന്നത് വരെ നമ്മുടെ ഫോണിനും ഡിവൈസിനും ഒക്കെ ചാർജ്. ആ റിയാക്ഷൻ തീർന്നു കഴിഞ്ഞാൽ എന്താവും? ഓക്കെ, അതവിടെ തീർന്നു. അപ്പൊ വീണ്ടും റിയാക്ഷൻ നടത്തിക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കും. അപ്പോൾ ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ അയ്യോ ഇത് കുറച്ച് ഉള്ളിൽ കുറച്ച് കോംപ്ലക്സ് ആണെന്ന്. അല്ല,
പക്ഷെ ഇങ്ങനെ കണ്ടിന്യൂസ് നടക്കുന്നുള്ള ഇലക്ട്രിക് വെഹിക്കിളിലടക്കം ഇതുപോലത്തെ ലിഥിയം ബേസ്ഡ് ആയിട്ടുള്ള ബാറ്ററീസ് ആണ്. പിന്നെ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫീൽഡാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ. അതായത് ഇലക്ട്രിസിറ്റി ഒന്നും കൊടുക്കുന്നില്ല, ചില റിയാക്ഷൻസ് നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി എനർജി ഉണ്ടാവും. അതിന് നമ്മൾ പുറത്തുനിന്ന് എക്സ്റ്റേണൽ ആയിട്ട് എനർജി ഒന്നും കൊടുക്കണ്ട. ഉദാഹരണം നമ്മളെ നോർമൽ ഡ്രൈസെൽ ബാറ്ററീസ് ഒക്കെ നമ്മുടെ ക്ലോക്കിലും മറ്റ് സാധനങ്ങളിലൊക്കെ കാണുന്ന ഈ വലിയ ബാറ്ററീസ് ഇല്ലേ, ഡ്രൈസെൽ ബാറ്ററീസ്, അതിലൊക്കെ നടക്കുന്നത് വെച്ചാൽ കെമിക്കൽ, അതിൽ ആ ബാറ്ററി നടക്കുന്ന റിയാക്ഷൻ തീരുന്നിടത്തോളം നമുക്ക് കിട്ടും. അത് പക്ഷെ നമ്മുടെ ഫോണിന്റെ പോലെ ഒരു ദിവസം കൊണ്ട് 2 ദിവസം, ചിലപ്പം ആഴ്ചകളോളം മാസങ്ങളോളം നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് വാച്ചിന്റെ ഒക്കെ കാണുന്നില്ലേ, ചിലപ്പം വർഷങ്ങളോളം എടുക്കും ഒരു വാച്ചിലെ ബാറ്ററി തീരാൻ. കാരണം അത്രക്കും മെല്ലെയാണ് അതിലുള്ള റിയാക്ഷൻ നടന്നിട്ട് അതിലെ മെറ്റൽ ഡീക്കേ ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ ഒരു ഫീൽഡ്, ഈ രണ്ട് ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയും കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയും ഒക്കെ ആക്കുന്ന ഈ ഫീൽഡാണ് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, സോ ഇത്രയൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് ആദ്യത്തെ ഡിസ്കഷനിലേക്ക് പോകാം, അതായത് മെറ്റലിന്റെ റിയാക്ടിവിറ്റി. സോ മെറ്റൽസിന്റെ പല റിയാക്ഷൻ പറഞ്ഞു. ആദ്യം നമ്മൾ പഠിക്കുന്നതാണ് റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽസ് വിത്ത് എയർ. അതായത് എയറിന്റെ പ്രസൻസിൽ എങ്ങനെ മെറ്റൽസ് റിയാക്ട് ചെയ്യുന്നു. ഞാൻ നിങ്ങൾക്ക് ഇവിടെ 3 മെറ്റൽ ഒരു എക്സ്പെരിമെന്റൽ പർപ്പസിന് വേണ്ടി എടുത്തിട്ടുണ്ട്. 1 സോഡിയം, 1 അയറൺ, 3 ഗോൾഡ്. അതിന്റെ താഴെ അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ് സിമ്പിൾ കൂടി ഞാൻ എഴുതിയിട്ടുണ്ട്, NaFeAu. സോ ഇതിന്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പറയാതെ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, ഗോൾഡ് വളരെ ചെറുതായി മാത്രമേ റിയാക്ട് ചെയ്യും. ഗോൾഡിനേക്കാളും റിയാക്റ്റീവ് ആണ് ആര്? അയറൺ. അയറൺ കുറച്ചുകൂടി നന്നായി റിയാക്ട് ചെയ്യും, ബിക്കോസ് തുരുമ്പിക്കുന്നുണ്ടല്ലോ. ഒരു ദിവസം അല്ലെങ്കിൽ മാസങ്ങൾ എടുത്തിട്ടാണെങ്കിലും ആഴ്ചകൾ കൊണ്ടൊക്കെ അയറൺ കമ്പൗണ്ട്സ്, അതായത് ഇപ്പം എന്താണ് നമ്മളെ നെയിൽസ് അല്ലെങ്കിൽ വലിയ അയൺ ബാർസ്, ഇതൊക്കെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഗേറ്റിലെ കമ്പികളൊക്കെ നമ്മൾ റിയാക്ട് ചെയ്തിട്ട് അത് കൊറോഡ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്ത് പോകുന്ന നമുക്ക് കണ്ടിട്ടുണ്ടാവും. ഇതിനേക്കാളും റിയാക്റ്റീവ് ആണ് സോഡിയം. സോഡിയത്തിന് ഞാൻ ഇവിടെ ഒരു ചിത്രം കണ്ടോ? ഈ സോഡിയത്തിന്റെ ചിത്രം നിങ്ങൾക്ക് ഒരു കാര്യം, ഈ സോഡിയം മെറ്റൽ കട്ട് ചെയ്തതാണ്. ഇത് കട്ട് ചെയ്തപ്പോൾ കണ്ട സർഫസ് നിങ്ങൾ കണ്ടോ? വളരെ ഷൈനി ആയിട്ടുള്ള സർഫസ് ആണ്. ഇപ്പം ഞാനൊരു അതിൻ്റെ ഒരു ആംഗിൾ അങ്ങനെ ആയതുകൊണ്ടാണ്. ബട്ട് ജനറലി ഈ കട്ട് ചെയ്ത സർഫസ് വളരെ ഷൈനി ആയിരിക്കും. മെറ്റൽസിന്റെ കാര്യം നിങ്ങൾ എടുത്താൽ മതി, ഏത് മെറ്റൽ എടുത്താലും ജനറലി കുറച്ച് ഷൈനി ആയിരിക്കും. ഗോൾഡ് എടുത്ത് നോക്കൂ, സിൽവർ എടുത്ത് നോക്കൂ, കോപ്പർ എടുത്ത് നോക്കൂ, അയറൺ എടുത്ത് നോക്കൂ, അങ്ങനെ ഏത് മെറ്റൽസ് എടുത്താൽ നിങ്ങൾക്ക് ഒരു ഷൈനി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു സർഫസ് നിങ്ങൾ കാണാൻ പറ്റും. അത് കട്ട് ചെയ്താലും ആ ഷൈനിങ് ലെസ്റ്റർ അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അത് മെറ്റൽസിന്റെ മാത്രം ഒരു പ്രോപ്പർട്ടി. അപ്പോൾ റിയാക്ടിവിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് സോഡിയം ഏറ്റവും റിയാക്റ്റീവ് ആണ്, അയറൺ അതിനേക്കാൾ റിയാക്ടിവിറ്റി കുറവാണ്, ഗോൾഡിന് തീരെ റിയാക്ടിവിറ്റി ഇല്ല. അപ്പോൾ എയറിന്റെ കാര്യം നമ്മൾ പഠിച്ചു. സോ നമ്മൾ മെറ്റലിന്റെ കൂടെ എയർ റിയാക്ട് ചെയ്യുന്നു, അത് റസ്റ്റിംഗ് ഒക്കെ നടക്കുന്നു. പക്ഷേ ജനറൽ ആയിട്ട് എന്താ റിയാക്ഷൻ നമുക്കൊന്ന് പരിചയപ്പെടാം. ജനറൽ റിയാക്ഷൻ എന്താ വെച്ചാൽ, മെറ്റൽ പല ഗ്യാസസും അറ്റ്മോസ്ഫിയറിൽ ഉണ്ടെങ്കിലും ഓക്സിജനുമായിട്ടാണ് ജനറൽ ആയിട്ട് റിയാക്ഷൻ നടക്കുക. അപ്പോൾ മെറ്റൽ ഓക്സൈഡ്സ് ഫോം ചെയ്യും. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയാം. കാരണം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഓക്സിഡൈസ്ഡ് ആവുമെന്ന് പറയാം. അപ്പോൾ നമുക്ക് സോഡിയം ഓക്സിജൻ്റെ കൂടെ ചേർന്നിട്ട് സോഡിയം ഓക്സൈഡ് ഉണ്ടാവും. കോപ്പർ ഓക്സിജനോട് ചേർന്നിട്ട് കോപ്പർ ഓക്സൈഡ് ഉണ്ടാവും. ഇതൊക്കെ കോപ്പറിന്റെ കാര്യങ്ങളൊക്കെ വെച്ചാൽ ഒരുപാട് കാലം എടുക്കും. എണ്ണയെക്കാളും കാലെടുത്തിട്ടാണ് കോപ്പറിൽ റസ്റ്റിംഗ് നടക്കുന്നത്, അല്ലേ? നമ്മൾ ക്ലാവ് പിടിക്കുമെന്നൊക്കെ പറഞ്ഞു, ഒരുപാട് കാലം എടുക്കും അത്. അലൂമിനിയം ഓക്സിജനോട് ചേർന്നിട്ട് അലൂമിനിയം ഓക്സൈഡ് ഉണ്ടാവും. ഈ Al2O3 നിങ്ങളൊന്ന് നോക്കി വെച്ചോ, നമ്മൾ വരാൻ പോകുന്ന ഒരു ചാപ്റ്ററിൽ പഠിക്കും. ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ബോക്സൈറ്റ് എന്നുകൂടി പറയും. ബോക്സൈറ്റ് എന്നും അലൂമിന എന്നൊക്കെ പറയുന്ന സാധനമാണ്. ഇത് അലൂമിനിയത്തിന്റെ ഒരു ഓറാണ്. ഓറിൽ അടങ്ങിയിട്ടുള്ള ഒരു കമ്പൗണ്ട്, ഓറാണ് ബോക്സൈറ്റ്. ബോക്സൈറ്റിൽ അടങ്ങിയിട്ടുള്ള ഒരു കമ്പൗണ്ടാണ് അലൂമിനിയം ഓക്സൈഡ്. ഓക്കെ, ഇത് ആ സമയത്ത് ഒന്ന് വേണ്ടിയും ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മാത്രം മതി. സോ റിയാക്ഷൻ ഇങ്ങനെ നടക്കും. ഇതൊന്നും നിങ്ങൾക്കൊന്ന് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി, മെറ്റൽ ഓക്സിജനും കൂടി ചേർന്നിട്ട് മെറ്റൽ ഓക്സൈഡ്സ് ഉണ്ടാവും എയറിന്റെ പ്രസൻസിൽ. ഓക്കെ, നമ്മൾ എയറുമായിട്ടുള്ള മെറ്റൽസിന്റെ റിയാക്ഷൻ നമ്മൾ കണ്ടു. ഇനി വാട്ടറുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യാം? അപ്പം വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ചിലപ്പോൾ മിക്കവാറും കണ്ടിട്ടുണ്ടാവും, ഒരു അഡാർ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ഒമർ ലുലു എന്ന് പറഞ്ഞ പുള്ളിക്കാരെ സംവിധാനം ചെയ്തൊരു സിനിമ വലിയ കാര്യമായിട്ട് അതിൽ സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ അതിലൊരു സീനുണ്ട്. ഒരു കെമിസ്ട്രി ടീച്ചർ പഠിപ്പിക്കുന്നിടയ്ക്ക് സോഡിയത്തിന്റെ റിയാക്ഷൻ കാണിക്കുന്നുണ്ട്. ഒരു സോഡിയം മെറ്റലിന്റെ ഒരു പോർഷൻ എടുത്ത് വെള്ളത്തിലിട്ടപ്പോൾ അതിങ്ങനെ കത്തിയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സീനുണ്ട്. ഓക്കെ, അപ്പോൾ അത് കാണിക്കുന്നത് വെള്ളത്തിലിട്ടാൽ മതി. സോഡിയത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ചെറിയൊരു കഷ്ണം എടുത്തിട്ട് വെള്ളത്തിലിട്ട് അപ്പം തന്നെ അത് കത്തിക്കൊണ്ട് കറങ്ങാൻ തുടങ്ങും. വലിയൊരു പോർഷൻ സോഡിയം ഇട്ടാൽ ചിലപ്പോൾ പൊട്ടിത്തെറി വരെ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് കാണിക്കുന്നത് എന്താണ്? സോഡിയം റിയാക്ട്സ് വെരി വിഗറസ്ലി. അത് കോൾഡ് വാട്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ ആയിക്കോട്ടെ, 2 കണ്ടീഷനാണ് നമ്മൾ എടുത്തത്, ഒന്ന് കോൾഡ് വാട്ടർ, ഒന്ന് ഹോട്ട് വാട്ടർ. രണ്ടിലായാലും സോഡിയം റിയാക്ട്സ് വിഗറസ്ലി. അപ്പൊ എന്ത് കാണിക്കുന്നു? സോഡിയം നല്ല റിയാക്റ്റീവ് ആണ്. രണ്ടാമത്തെ കേസ് മഗ്നീഷ്യം. മഗ്നീഷ്യത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറവാകുമ്പോൾ റിയാക്ടിവിറ്റി കുറവാണ്. അതായത് കോൾഡ് വാട്ടറിൽ മെല്ലെ റിയാക്ട് ചെയ്യും, പക്ഷേ ഹോട്ട് വാട്ടർ ആണെങ്കിൽ ഫാസ്റ്റർ റിയാക്ഷൻ റേറ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ സോഡിയത്തിനേക്കാളും കുറച്ചുകൂടി റിയാക്ടിവിറ്റി കുറവാണ് ആർക്ക്? മഗ്നീഷ്യത്തിന്. മഗ്നീഷ്യത്തെക്കാളും
ആളും റിയാക്ടിവിറ്റി കുറവാണ്. ആർക്ക്? കോപ്പർ. ബിക്കോസ് കോപ്പർ നിങ്ങൾക്ക് വെള്ളത്തിലിട്ടാലും പ്രത്യേകിച്ചിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരുപാട് കാലം, അതായത് ഈ ചെമ്പിന്റെ പാത്രങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ച് വർഷങ്ങളോളം പാത്രത്തിൽ ചൂടാക്കുന്നുണ്ട്, ചൂടുവെള്ളം വെക്കുന്നുണ്ട്, പച്ചവെള്ളം വെക്കുന്നുണ്ട്, വലിയ കാര്യമായിട്ട് റിയാക്ഷൻ ഒന്നും നടക്കുന്നില്ല. ഓക്കെ, സോ കോപ്പറിന് വളരെ ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്. അപ്പോൾ ഇതിന്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി എങ്ങനെയായിരിക്കും? നമ്മൾ ഇവിടെ എഴുതിയ പോലെ സോഡിയം ഗ്രേറ്റർ ദാൻ മഗ്നീഷ്യം ഗ്രേറ്റർ ദാൻ കോപ്പർ. ഇനി വാട്ടർ കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് റിയാക്ഷനാണ് നടക്കുന്നത്? ഈ റിയാക്ഷനിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. മെറ്റൽ നമ്മൾ വാട്ടറിലിടുന്നു, മെറ്റൽ ഓക്സൈഡ്സും കൂടെ ഹൈഡ്രജനും ഉണ്ടാവുന്നു. ഇതിന്റെ കൂടെ തന്നെ ഹീറ്റ് കൂടി ഉണ്ട്, കുറച്ച് ചൂടാവുകയും ചെയ്യും. ഞാൻ നേരത്തെ സോഡിയത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, സോഡിയം കത്തിക്കൊണ്ടും കറങ്ങുകയ്യ, കറങ്ങി തീരുവാണ് ചെയ്യുക. അപ്പൊ എന്താ, ഹീറ്റ് ഡെഫിനറ്റ്ലി ഹീറ്റ് റിലീസ് ചെയ്യും. ഓക്കെ, ഈ ഹീറ്റ് റിലീസ് ചെയ്യുന്നില്ലേ, ഇതിന് കെമിസ്ട്രി വേർഡ് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ മതി, എക്സോ തെർമിക് എന്ന് പറയാം. നമ്മൾ ഹീറ്റ് റിലീസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള റിയാക്ഷൻ എക്സോ തെർമിക് റിയാക്ഷൻ എന്നായിട്ട് പറയാം. എക്സോ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക്. അപ്പൊ ഓർമ്മിച്ച് വെച്ചാൽ എക്സോ തെർമിക് റിയാക്ഷൻസ് ആണ്, ജസ്റ്റ് ഹീറ്റ് പുറത്തേക്ക്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സോഡിയത്തിന്റെ റിയാക്ഷൻ, സോഡിയം പ്ലസ് വാട്ടർ ഗീവ്സ് സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ പ്ലസ് ഹീറ്റ്. അപ്പൊ നിങ്ങൾക്ക് തോന്നാം മെറ്റൽ ഓക്സൈഡ്സ് അല്ലേ ഇവിടെ എഴുതിയിട്ടില്ലേ, പിന്നെന്താ NaOH സോഡിയം ഹൈഡ്രോക്സൈഡ് എഴുതിയത്? അത് കാരണം എന്താണെന്ന് വെച്ചാൽ മെറ്റൽ ഓക്സൈഡ് ആണ് ഫോം ചെയ്യുന്നത്. മെറ്റലും വാട്ടറും കൂടി മെറ്റൽ ഓക്സൈഡ് ആണ് ഫോം ചെയ്യുന്നത്. പക്ഷേ മെറ്റൽ ഓക്സൈഡ് ഇമ്മീഡിയറ്റ്ലി വാട്ടറിന്റെ കൂടെ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് മെറ്റൽ ഹൈഡ്രോക്സൈഡ് ആണ് ഫോം ചെയ്യുക. ഫൈനൽ മെറ്റൽ ഓക്സൈഡ് ആയിട്ട് അവിടെ നിൽക്കില്ല, അത് അപ്പം തന്നെ വാട്ടറോട് റിയാക്ട് ചെയ്തിട്ട് മെറ്റൽ ഹൈഡ്രോക്സൈഡ് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു റിയാക്ഷൻ നടന്നോ ഇല്ലെന്ന് അങ്ങനെ കൺഫേം ചെയ്യും. ശരി, കാണുമ്പം ഓക്കെ റിയാക്ഷൻ കത്തിയിട്ട് തീരുന്നുണ്ട്, അങ്ങനെ നമുക്ക് ഒരു തരത്തിൽ ഡിനോട്ട് ചെയ്യാം. ഇനി ഒന്നുകൂടി കൺഫേം ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കത്തിച്ച് വെച്ച എന്തെങ്കിലും സാധനം, ഉദാഹരണം ഒരു തീപ്പെട്ടി കൊള്ളിയാണെങ്കിലും അത് കത്തിച്ച് വെച്ചിട്ട് നമ്മുടെ ഈ റിയാക്ഷൻ നടക്കുന്ന ബീക്കറോ അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ അതിന് മുകളിൽ ഈ കത്തിച്ച് വെച്ച സാധനം ഉണ്ടല്ലോ, കത്തിച്ച് വെച്ചിട്ട് തീപ്പെട്ടി കൊണ്ടു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ആളിക്കത്തും. അതെന്തിനു ഡിനോട്ട് ചെയ്യുന്നത്? കാരണം ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നുള്ളൂ. ഹൈഡ്രജൻ ഗ്യാസ് തീയെ കണ്ടാ കയറി പിടിക്കുന്ന സ്വഭാവമാണ്. തീ കണ്ടോ അപ്പൊ തന്നെ ആളിക്കത്തും, പൊട്ടിത്തെറിക്കും. ഹൈഡ്രജൻ ബോംബ് കിട്ടില്ല, ഹൈഡ്രജൻ ഗ്യാസിന്റെ പ്രസൻസ്, തീയുടെ പ്രസൻസിൽ പെട്ടെന്ന് ആളിക്കത്തും. സോ അതൊരു ഇൻഡിക്കേറ്ററാണ് എന്ത് റിയാക്ഷൻ നടക്കുന്നുള്ളത്. ഇതൊന്നും ഒരിക്കലും വീട്ടിൽ ട്രൈ ചെയ്യരുത് കേട്ടോ. ഇത് എക്സ്പെരിമെന്റ് ലാബിൽ അത്രക്കും സെക്യൂരിറ്റി പ്രൊസീജിയറിലൊക്കെ നോക്കേണ്ടതും ഒബ്സർവ് ചെയ്യേണ്ട കാര്യമാണ്. ലൈഫിൽ ട്രൈ ചെയ്യാന്ന് വെച്ചാൽ ട്രൈ ചെയ്യാം, ബട്ട് ആ സെക്യൂരിറ്റി മെഷേഴ്സ് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രം. ഓക്കെ, സോ മെറ്റൽ ഓക്സൈഡും വാട്ടർ കുടിച്ച് മെറ്റൽ ഹൈഡ്രോക്സൈഡ് ആവുന്നത് കണ്ടു. പക്ഷേ എല്ലാ മെറ്റൽസും ഇതുപോലെ വാട്ടറുമായിട്ട് ഇതുപോലെ അങ്ങ് പെട്ടെന്ന് റിയാക്ട് ചെയ്യുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കോൾഡ് വാട്ടറിൽ റിയാക്ട് ചെയ്യും അല്ലേ. മഗ്നീഷ്യത്തിന്റെ കാര്യം പറഞ്ഞു, ഇത് ഇത് കോൾഡ് വാട്ടർ അല്ല, ഇത് ഹോട്ടായിട്ടുള്ള വാട്ടറിലാണ് റിയാക്ട് ചെയ്യുന്നത് മഗ്നീഷ്യം. അതുപോലെ തന്നെ അലൂമിനിയം, അയറൺ, സിങ്ക് എന്നിവ സ്റ്റീമുമായിട്ട്, അതായത് ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ആണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾ ചോദിക്കും അയൺ എന്താ വാട്ടറിന്റെ കൂടെ റിയാക്ട് ചെയ്യുന്നില്ല, കുറെ കാലം കഴിഞ്ഞാൽ തുരുമ്പിക്കുന്നില്ലേ എന്നിരിക്കും. തുരുമ്പിക്കുന്നുണ്ട്, പക്ഷെ അത് കുറെ ടൈം എടുത്തിട്ടാണ്. ഇനി പെട്ടെന്ന്, അതായത് പെട്ടെന്നുള്ള റിയാക്ഷൻ സ്പീഡിൽ നടക്കണം, എന്ത് ചെയ്യണം? ചൂടുവെള്ളം, റിയാക്ട് വിത്ത് സ്റ്റീം. സ്റ്റീമിലാണെങ്കിൽ, സ്റ്റീം എന്ന് വെച്ചാൽ ചൂടുവെള്ളമല്ല, നമ്മൾ മലയാളത്തിൽ നീരാവി എന്ന് പറയും. ഓക്കെ, നീരാവിയിൽ നമ്മൾ റിയാക്ട് ചെയ്യിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിയാക്ട്. അലൂമിനിയം, അയറൺ, സിങ്ക്. പിന്നെ നമുക്ക് അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ലെഡ്, PB എന്ന് വെച്ചാൽ ലെഡ് ആണ്. ഓക്കെ, ലെഡ്, കോപ്പർ, സിൽവർ, അതുപോലെ ഗോൾഡ്. ഇവരൊന്നും ജനറലി റിയാക്ട് ചെയ്യാറില്ല. വാട്ടറുമായിട്ട് വളരെ കുറവാണ് റിയാക്ടിവിറ്റി. നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വളരെ സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് ഗോൾഡ് ഒന്നും ഒരിക്കലും റിയാക്ട് ചെയ്യാൻ സാധ്യതയില്ല, വളരെ ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്. ഓക്കെ, അപ്പം മെറ്റലിന്റെ വാട്ടറുമായിട്ടുള്ള റിയാക്ഷന്റെ കാര്യവും എയറിന്റെ കാര്യമൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത് മെറ്റൽസ് എങ്ങനെ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ആസിഡുമായിട്ടുള്ള മെറ്റലിന്റെ റിയാക്ടിവിറ്റി നോക്കാൻ വേണ്ടി ചെറിയൊരു എക്സ്പെരിമെന്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത അതേ എക്സ്പെരിമെന്റ് ആണ്. നമ്മൾ 5 ടെസ്റ്റ് ട്യൂബ്സ് എടുത്തു. ഓരോ ടെസ്റ്റ് ട്യൂബിൽ എന്താണ്, ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ അയറൺ എടുത്തു, രണ്ടാമത്തെ മഗ്നീഷ്യം, പിന്നെ കോപ്പർ, ലെഡ്, സിങ്ക്. ഇങ്ങനെ 5 മെറ്റൽസിന്റെ ചെറിയ സ്ട്രിപ്പ് ഓരോ ടെസ്റ്റ് ട്യൂബിലും നമ്മൾ ഇട്ടു. എന്നിട്ട് എന്താ ഇത്, എല്ലാറ്റിലും നമ്മൾ ആഡ് ചെയ്തു ഒരു സൊല്യൂഷൻ. എന്താ സൊല്യൂഷൻ? സൊല്യൂഷൻ ഡൈല്യൂട്ട് HCl ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ആഡ് ചെയ്തത്. സ്ട്രോങ് ആസിഡ് അല്ല, സ്ട്രോങ് ആസിഡ് ചെയ്ത് ചിലപ്പോൾ ഭയങ്കര റിഗറസ് റിയാക്ഷൻ ആവുന്നതുകൊണ്ടാണ് സ്ട്രോങ് ആസിഡ്. അതുകൊണ്ട് ഡൈല്യൂട്ട് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് നമ്മൾ എടുത്തത്. കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ ബബിൾസ് വരുന്നതായിട്ട് ഒബ്സർവ് ചെയ്യാണ്. Feൽ നിന്ന് വന്നതിനെക്കാട്ടും മഗ്നീഷ്യത്തിൽ വരുന്നു, അതുപോലെ സിങ്കിൽ വരുന്നുണ്ട്, അതുപോലെ ലെഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ റിയാക്ടിവിറ്റി ഇത് ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്, കോപ്പറിനാണ് ലീസ്റ്റ് റിയാക്റ്റീവ്. കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി ഉണ്ട് ലെഡിന്, അല്ലെ. ലെഡിനേക്കാൾ കുറച്ചുകൂടി ഉണ്ട് അയറൺ. നിങ്ങൾ ബബിൾസ് മാത്രം നോക്കിയാൽ അതിലും കൂടുതലാണ് സിങ്കിന്, അതിലും കൂടുതലാണ് മഗ്നീഷ്യത്തിന്, അല്ലെ.
അപ്പോൾ ഇതിലും എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം റിയാക്ഷൻ നടന്നത് അത് തന്നെയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ട് റിയാക്ഷൻ നടന്നു നോക്കാൻ ഇവിടെ ജനറൽ റിയാക്ഷൻ നിങ്ങൾ നോക്കിയേ മെറ്റൽ ഡൈല്യൂട്ട് ആസിഡിന്റെ കൂടെ ചേർന്നിട്ട് മെറ്റൽ സോൾട്ട് ഉണ്ടാവും കൂടെ ഹൈഡ്രജൻ റിലീസ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രജൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ കത്തിച്ചു വെച്ച എന്തെങ്കിലും സാധനം ഇതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ എന്താവും റിയാക്ഷൻ വളരെ ആളിക്കത്തുന്ന രീതിയിൽ അത് പെട്ടെന്ന് മാറും. അപ്പൊ ഇത് നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് ഐഡന്റിഫൈ ചെയ്യാനുള്ള എളുപ്പ വഴിയാണ്. ഓക്കെ, അപ്പോൾ ആസിഡുമായിട്ട് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന് കണ്ടു. ഓക്കെ, ഈ ഒരു കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു സീരീസ് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു സീരീസിനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. എത്രത്തോളം റിയാക്ട് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിട്ട് ഒരു സീരീസ് ആക്കുന്നു, അതാണ് റിയാക്ടിവിറ്റി സീരീസ്. അപ്പോൾ ഈ സീരീസ് നോക്കിയട്ടെ. ആദ്യം നമുക്ക് പൊട്ടാസ്യം ഉണ്ട്, അതിന് കെ എന്ന് ഡിനോട്ട് ചെയ്യും. പിന്നെ സോഡിയം Na എന്ന് ഡിനോട്ട് ചെയ്യും. പിന്നെ കാൽഷ്യം Ca, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയറൺ, നിക്കൽ, ടിൻ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ്. ആ ഒരു ഓർഡർ കണ്ടോ? നോക്കുവാണെങ്കിൽ കെ, Na, Ca, Mg, Al, സിങ്ക്, Fe, Ni, Sn, Pb, H, Cu, Ag, Au. അപ്പോൾ ഇതിന്റെ സൈഡിൽ ഒരു കാര്യം കൂടി എഴുതുന്നത് റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് HCl. അതായത് ഹൈഡ്രജന്റെ മുകളിൽ കാണുന്ന ആൾക്കാർ, അതായത് ഹൈഡ്രജനേക്കാളും റിയാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും? ഹൈഡ്രോക്ലോർ, അതായത് ആസിഡുമായിട്ട് ജനറലി റിയാക്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ഹൈഡ്രജനേക്കാളും റിയാക്ടിവിറ്റി കുറഞ്ഞ ആൾക്കാർ ഡൈല്യൂട്ട് HCl-ആയിട്ട് ഒരു റിയാക്ഷൻ നടത്തുന്നില്ല. ഓക്കെ, സോ ഒരു സീരീസ് കണ്ടു. പക്ഷേ ഈ സീരീസ് നേരിട്ട് നമുക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു ചെറിയൊരു കോഡ് വാക്കാണ്, ഞങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഓക്കെ, അത് ഇതാണ്: PSC മാസ്റ്റർ ഇരുന്നിട്ട് ലഡു കഴിച്ചിട്ട് ഒരു ഹായ് പറഞ്ഞിട്ട് ഒരു കോപ്പർ സ്പൂൺ ഇട്ട് സിൽവർ പാത്രത്തിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് കഴിക്കുവാണ്. എന്ത് ചെയ്തുകൊണ്ട്? ഗോൾഡ് സിനിമ അല്ല, പൃഥ്വിരാജിന്റെ ഗോൾഡ് ഫിലിം കാണുവാണ്. എന്താണ്? PSC മാസ്റ്റർ ഇരുന്നിട്ട് ലഡു കഴിച്ചുകൊണ്ട് ആരോടൊക്കെയോ ഹായൊക്കെ പറഞ്ഞ് കോപ്പർ സ്പൂണിട്ട് സിൽവറിന്റെ പാത്രത്തിൽ ഇളക്കിക്കൊണ്ട് ഗോൾഡ് ഫിലിം കാണുകയാണ്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് പഠിക്കാന്ന് വെച്ചാൽ ഓരോ ലെറ്റർ ആയിട്ട് നോക്കുക. പി എന്താണ്? പൊട്ടാസ്യം അഥവാ കെ. PSCയിലെ എസ് എന്ന് വെച്ചാൽ സോഡിയം അഥവാ Na. സി എന്ന് വെച്ചാൽ കാൽസ്യം അഥവാ Ca. മാസ്റ്ററിലെ എം നമുക്ക് ആരായിട്ട് എടുക്കാം? മഗ്നീഷ്യം ആയിട്ട് എടുക്കാം. ഓക്കെ, എ ആരൊക്കെ മാസ്റ്ററിലെ? എന്ന് പറയുന്നില്ലേ, അത് അലൂമിനിയം ആയിട്ടും, സെഡ് എന്ന് പറയുന്നത് സിങ്ക് ആയിട്ടും എടുക്കാം. പിന്നെ ഇരുന്നിട്ടിൽ 3 മെറ്റൽ ഉണ്ട്. IR ഇരുന്നിട്ട്, ഇരുമ്പ്, അതാരാണ്? അത് ഇരുമ്പാണ്. Fe ഇരുന്നിട്ട് നീ, അത് നിക്കലാണ്. ടിന്നാണ്. ഓക്കെ, ടിൻ എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക? Sn വരെ ഡിനോട്ട് ചെയ്യും. പിന്നെ ലഡാണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല, അതിനെ നമുക്ക് PB എന്ന് ഡിനോട്ട് ചെയ്യാം. ഹായ് പറഞ്ഞു. ആരാ ഹായ് പറയാ? ഹൈഡ്രജൻ അല്ലാണ്ട് വേറെ ആരും പറയാൻ പോകുന്നില്ല. കോപ്പർ, സിൽവർ, Ag, പിന്നെ ഫൈനലി ഗോൾഡ്, അതായത് Au. ഓക്കെ, വളരെ PSC മാസ്റ്റർ ഇരുന്നിട്ട് ലഡു കഴിച്ചുകൊണ്ട് ഹായ് പറഞ്ഞിട്ട് കോപ്പർ പാത്രത്തിൽ സിൽവർ സ്പൂണിട്ട് ഇളക്കിക്കൊണ്ട് ഗോൾഡ് സിനിമ കാണുന്നു. ഓക്കെ, ജസ്റ്റ് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇത് റിമെമ്പർ ചെയ്യാം. സോ നമുക്ക് അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന റിയാക്ഷൻ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. നമ്മളിപ്പോൾ മെറ്റൽ എയറുമായിട്ട് വാട്ടറായിട്ട് ആസിഡൊക്കെ പഠിച്ചു. ഇനി മെറ്റലും തമ്മിൽ എന്തൊക്കെ റിയാക്ഷൻസ് നടക്കും, അതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പേര് പറയുന്നത് പോലെ തന്നെ ഒരാളുടെ പൊസിഷനിൽ വേറെ ആൾ വന്നിരിക്കുന്നു, അതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. താനിരുന്ന സീറ്റിൽ വേറൊരാൾ വന്നിരിക്കുക, അത് തന്നെ സംഭവം. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ സിങ്ക് റോഡ് കോപ്പർ നൈട്രേറ്റ് സൊല്യൂഷനിൽ ഇട്ടിട്ടുള്ളത്. കോപ്പർ നൈട്രേറ്റിന് പകരം ഇവിടെ കോപ്പർ സൾഫേറ്റ് ആയാലും പ്രശ്നമില്ല. ബട്ട് ജസ്റ്റ് ഇമാജിൻ നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഇടുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ നമ്മൾ സിങ്ക് റോഡ് ഇട്ടിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് എന്താ ഒബ്സർവ് ചെയ്യുന്നത് വെച്ചാൽ ഈ സൊല്യൂഷന്റെ കോപ്പർ സൾഫേറ്റ് ബ്ലൂ കളറാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, പീരിയോഡിക് ടേബിൾ, ട്രാൻസിഷൻ മെറ്റലാണ് കോപ്പർ സൾഫേറ്റ്, ബ്ലൂ കളറാണ്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്ലൂ കളറിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞ് ഒരു കളർലെസ്സിന് അടുപ്പിച്ചുള്ള ഒരു കളർ കിട്ടും. അതുപോലെ തന്നെ സിങ്ക് റോഡിന് പുറത്ത് കോപ്പറിന്റെ കളറിൽ കുറച്ചിങ്ങനെ ഒരു കളർ വ്യത്യാസം നമ്മൾ കാണും. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ്
എന്താ പറയുക, വെള്ളത്തിന് കംപ്ലീറ്റ്ലി കളർലെസ് ആവും. വൈറ്റ് അല്ല കേട്ടോ, കളർലെസ് ആവും. കളർലെസ് ആയി കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ സിങ്ക് റോഡിന്റെ ഒരു അറ്റത്ത് മുഴുവനായിട്ട് കോപ്പർ ഡെപ്പോസിറ്റ് ആയിട്ട് നമുക്ക് കാണും. അപ്പൊ എന്താ സംഭവിച്ചത്? സൊല്യൂഷനിൽ കോപ്പർ ഉണ്ട്. ആ കോപ്പർ ഇവിടെ നിന്ന് സൊല്യൂഷൻ തിരിച്ച് മാറി നമ്മുടെ സിങ്ക് റോഡിലോട്ട് വന്നു. അപ്പൊ എന്താ ചെയ്തത്? സിങ്ക് ഡിസ്പ്ലേസ്ഡ് ദ കോപ്പർ ഫ്രം ദ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ടു ഫോം സിങ്ക് സൾഫേറ്റ് ആൻഡ് കോപ്പർ മെറ്റൽ. ഈ കോപ്പർ മെറ്റൽ എവിടെയാണ്? സിങ്ക് റോഡിന്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഇതിപ്പോൾ കോപ്പർ നൈട്രേറ്റ് ആണെങ്കിൽ സിങ്ക് പ്ലസ് CuNO3 കോപ്പർ നൈട്രേറ്റ് ട്വൈസ് എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടു സിങ്ക് നൈട്രേറ്റ് പ്ലസ് കോപ്പർ എന്ന് നമുക്ക് റിയാക്ഷൻ. രണ്ടായാലും ഇതുപോലെ തന്നെ റിയാക്ഷൻ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, ജസ്റ്റ് ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കും? കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് അവിടെ സിങ്ക് വരും, കോപ്പർ പുറത്ത് സാധാരണ സിങ്കിന്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? നമ്മൾ ഒരു സ്ഥലത്ത് സിങ്ക് ഉണ്ട്, സിങ്ക് എടുത്ത് നമ്മൾ കോപ്പറിൽ വെക്കുന്നു. അപ്പൊ സിങ്ക് റോഡിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, സിങ്ക് റോഡിൽ സിങ്ക് എന്ത് ചെയ്യുന്നു? 2 ഇലക്ട്രോൺ റിലീസ് ചെയ്ത് സിങ്ക് 2+ ആയിട്ട് മാറുന്നു. അപ്പൊ ഈ റിയാക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് ഓക്സിഡേഷൻ റിയാക്ഷൻ. എന്താ ഓക്സിഡേഷൻ റിയാക്ഷൻ? സിങ്ക് ഈസ് ലോസിങ് ഇലക്ട്രോൺ. ഓക്സിഡേഷൻ മീൻസ് എന്താണ്? ഓക്സിഡേഷൻ മീൻസ് ഓക്സിഡേഷൻ ഈക്വൽ ടു ലോസ് ഓഫ് ഇലക്ട്രോൺ. ഓക്സിഡേഷൻ ഈസ് ലോസ് ഓഫ് ഇലക്ട്രോൺ. ഒന്ന് പറഞ്ഞോക്കെ, ഓക്സിഡേഷൻ ഈസ് ലോസ് ഓഫ് ഇലക്ട്രോൺ. ഓയിൽ എന്ന് ഓർമ്മിച്ചാൽ മതി. ഓക്കെ, ഇനി റിഡക്ഷൻ നോക്കിയേ. എന്താണ്? കോപ്പർ 2+ ആണല്ലേ. കോപ്പർ സൾഫേറ്റിൽ എന്താണുള്ളത്? Cu2+, SO4 2- ആണ്. അപ്പൊ Cu2+, കോപ്പർ സൾഫേറ്റ് Cu2+ അവിടെ നിൽക്കുക. ഒരു 2 ചാർജ് ഇല്ലാതെ ഇങ്ങനെ കാത്തിരിക്കുക. അപ്പൊ എന്താണ് ചാർജ്? 2 ചാർജ് കുറവാണല്ലോ, 2 ഇലക്ട്രോൺ കുറഞ്ഞിട്ട് അവിടെ ഇരിക്കുക. അപ്പൊ നോക്കുമ്പോൾ അതാ വരുന്ന സിങ്കിന്ന് 2 ഇലക്ട്രോൺ. അപ്പൊ തന്നെ ഈ 2 ഇലക്ട്രോൺ എടുത്തിട്ട് കോപ്പർ എന്ത് ചെയ്യും? കോപ്പർ അയോൺ എന്ത് ചെയ്യും? കോപ്പർ ആയിട്ട് സിങ്ക് റോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അതാണ് റിഡക്ഷൻ. അപ്പൊ റിഡക്ഷൻ എന്താണ്? റിഡക്ഷൻ ഈസ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. അത് നമുക്ക് ഷോർട്ടായിട്ട് എങ്ങനെ പറയാം? റിഡക്ഷൻ ഈസ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ, റിഗ് എന്ന് പറയാം. ഓയിൽ റിഗ് എന്ന് ഓർമ്മിച്ചാൽ ഓക്സിഡേഷൻ ഇസ് ലോസ് ഓഫ് ഇലക്ട്രോൺ, റിഡക്ഷൻ ഈസ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. സോ ഈ 2 റിയാക്ഷൻ കൂടി നമ്മൾ അങ്ങ് ആഡ് ചെയ്യുക. ഓക്കെ, 2 റിയാക്ഷൻ ആഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? സിങ്ക് പ്ലസ് Cu2+. മാത്രം ഒറ്റക്ക് നമ്മൾ എന്ത് എഴുതുന്നു? Cu2+ കോപ്പറിന്റെ സൾഫേറ്റിന്റെ കൂടിയല്ലേ. അപ്പം കോപ്പർ സൾഫേറ്റ് ഇതിൽ Cu2+ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അതിന്റെ അവസാനം സിങ്ക് 2+ നമുക്ക് കിട്ടും. അതുപോലെ ഇവിടുന്ന് പുറത്തേക്ക് പോയി ആരുണ്ട്? SO4 2- ഉണ്ട്. അതിന്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ആരെ കിട്ടും? സിങ്ക് സൾഫേറ്റും കോപ്പറും കിട്ടും. ഇലക്ട്രോൺ 2 സൈഡിൽ ഈക്വൽ ആയതുകൊണ്ട് കട്ടായി പോയിട്ട് അവസാനം നമുക്ക് ഈ റിയാക്ഷൻ കിട്ടും. അങ്ങനെ റിഡക്ഷനും ഓക്സിഡേഷനും കൂടി ചേർന്നിട്ടുള്ള റിയാക്ഷൻ നമുക്ക് എന്ത് പറയും? റിഡക്ഷനും ഓക്സിഡേഷനും ചേർന്നിട്ടുള്ള റിയാക്ഷൻ ആണ് റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന്റെ ഡെഫിനിഷൻ എന്താണ്? റിയാക്ഷൻസ് where metals having high reactivity displace the metals having less reactivity from their salt solution. They are redox reactions. അപ്പൊ എന്താണ്? ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ, ലോ റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ സൊല്യൂഷൻ റിമൂവ് ചെയ്യുന്നത് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇതിന്റെ ഡെഫിനിഷൻ ഓർമ്മിച്ച് വെച്ചാലും നിങ്ങൾ ആ ഒരു ഐഡിയ മനസ്സിലാകും. എന്താണ്? ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾ ലോ റിയാക്റ്റീവ് ആയ ആളെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. സോ ജനറൽ റിയാക്ഷൻ എന്താണ്? മെറ്റൽ A പ്ലസ് സോൾട്ട് സൊല്യൂഷൻ ഓഫ് B will gives metal solution of B plus metal B. ഓക്കെ ആണല്ലോ. സോ ഇതിന്റെ ഒരു എക്സാമ്പിളിന് വേണ്ടി വേറൊരു റിയാക്ഷൻ കൂടി നമ്മൾ എടുക്കാം. എന്താണ്? കോപ്പർ റോഡാണ് നമ്മൾ എടുത്തില്ല. അപ്പൊ കോപ്പർ റോഡ് എന്ന് വെച്ചാൽ CuI. കോപ്പർ റോഡാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. എവിടെ? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ ഡെപ്പോസിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും? സിൽവർ നൈട്രേറ്റ് ജനറലി കളർലെസ് ആണ്, കളറില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് മനസ്സിലായി? കളർ മാറി, മെല്ലെ മെല്ലെ കളർ വരുന്നുണ്ട്. കണ്ടോ? അതിന്റെ കൂടെ തന്നെ കോപ്പർ റോഡിന്റെ മുകളിൽ ചെറിയൊരു സിൽവറിഷ് ഷെയ്ഡ് വരാൻ തുടങ്ങി. കുറച്ചുകൂടി സമയം കഴിഞ്ഞപ്പോൾ അവസാനം കളർ മാറി എന്തായി? ബ്ലൂ കളറായി. ബ്ലൂ കളർ നമുക്ക് ഉറപ്പാണ് അത് കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ട്. Cu2+ പ്രസൻസ് ആണ് കോപ്പർ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത്? കോപ്പർ ആരോട് റിയാക്ട് ചെയ്യുന്നു? സിൽവർ നൈട്രേറ്റ് AgNO3 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? കളർ വന്നല്ലോ. അപ്പൊ Cu2+ വരുന്നു. അപ്പൊ Cu2+ വന്നിട്ട് കോപ്പർ നൈട്രേറ്റ് ഉണ്ടാവുന്നു പ്ലസ് CuNO3 ട്വൈസ് പ്ലസ് Ag. ഇതൊന്ന് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ Cu + 2AgNO3 gives CuNO3 ട്വൈസ് പ്ലസ് Ag. അപ്പൊ ഇവിടെ എന്തായിരിക്കും നമ്മുടെ ആനോഡിലെ റിയാക്ഷൻ? Cu gives
Cu2++ 2 ഇലക്ട്രോൺ. അതുപോലെ തൊട്ടടുത്ത് നമ്മുടെ സൊല്യൂഷനിൽ എന്തായിരിക്കും റിയാക്ഷൻ? Ag2+, അല്ല കേട്ടോ, Ag++1 ഇലക്ട്രോൺ ഗിവ്സ് Ag. ഓക്കെ, പക്ഷെ ബാലൻസ് ചെയ്യാൻ വേണ്ടി രണ്ട് സൈഡിൽ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ? 2Ag++2 ഇലക്ട്രോൺ ഗിവ്സ് Ag. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ആയി കഴിഞ്ഞ് നമുക്ക് ഈ ഫൈനൽ റിയാക്ഷൻ കിട്ടും, നേരത്തെ കണ്ട പോലെ. ക്ലിയർ അല്ലേ? കോപ്പർ റിയാക്ടിവിറ്റി കൂടുതലാണ്. എവിടെയാണ്? കോപ്പർ പാത്രത്തിൽ സിൽവർ സ്പൂൺ ഇട്ട് അളക്കുവാണ്. അപ്പൊ കോപ്പറാണ് റിയാക്റ്റീവ്. അപ്പോൾ കോപ്പർ എന്ത് ചെയ്യും? സിൽവറിനെ റീപ്ലേസ് ചെയ്തിട്ട് സൊല്യൂഷനിൽ വരും. അതാണ് കളർ മാറി ബ്ലൂ ആകുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാ ഒരു കുറച്ച് സെറ്റ് ഓഫ് കമ്പൗണ്ട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിൽ ഏതിലൊക്കെയാണ് റിയാക്ഷൻ നടക്കാൻ സാധ്യത? ഏതിനൊക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റും? മഗ്നീഷ്യം നമുക്കറിയാം, ബാക്കി കോപ്പറിനേക്കാൾ റിയാക്റ്റീവ് ആണ്. ഡെഫിനറ്റ്ലി ഇവിടെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് റിയാക്ഷൻ നടക്കും അല്ലേ? ഈ റിയാക്ഷൻ ഇവിടെ നടക്കുമല്ലോ. കാരണം എന്താണ്? മഗ്നീഷ്യം പ്ലസ് കോപ്പർ സൾഫേറ്റ്. മഗ്നീഷ്യം എവിടെയാണ്? നമ്മൾ മാസ്റ്റർ എന്ന് പറഞ്ഞല്ലോ, തുടക്കത്തിലാണ്. കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലാണ്. അപ്പം മഗ്നീഷ്യം ഡെഫിനറ്റ്ലി ഡിസ്പ്ലേസ് ചെയ്യും, കളർ മാറും. സിൽവർ കോപ്പറിനേക്കാൾ റിയാക്റ്റീവ് ആണോ? അല്ല. കോപ്പർ പാത്രത്തിൽ സിൽവർ സ്പൂൺ ഇട്ടിട്ട് നമ്മൾ ഇളക്കുന്നത്. അപ്പം ഇവിടെ നോ റിയാക്ഷൻ, ഇവിടെ റിയാക്ഷൻ നടക്കും. മഗ്നീഷ്യം നമ്മൾ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ഇട്ടില്ല, മാസ്റ്റർ മഗ്നീഷ്യം കഴിഞ്ഞിട്ടാണ് സിങ്ക് വരുന്നത്. സോ ഇവിടെ റിയാക്ഷൻ നടക്കും. അടുത്ത മഗ്നീഷ്യം നമ്മൾ സിൽവർ നൈട്രേറ്റിൽ ഇട്ടിട്ടാണ്. ഇവിടെ റിയാക്ഷൻ നടക്കും. കളർ ചേഞ്ച് ഉണ്ടാവാനുള്ള സാധ്യത ഇല്ലെങ്കിലും ബട്ട് റിയാക്ഷൻ നടക്കും. കാരണം എന്താണ്? മഗ്നീഷ്യം ഇതിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലാണ്. അടുത്ത കോപ്പർ മഗ്നീഷ്യം സൾഫേറ്റ് റിയാക്ഷൻ, നെവർ, ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ. സോ 3 റിയാക്ഷൻ നടക്കും. കോപ്പർ സൾഫേറ്റിൽ മഗ്നീഷ്യം വെച്ചത് റിയാക്ഷൻ നടക്കും. മഗ്നീഷ്യം നമ്മൾ സിങ്ക് സൾഫേറ്റിൽ വെച്ച റിയാക്ഷൻ നടക്കും. മഗ്നീഷ്യം സിൽവർ നൈട്രേറ്റിൽ വെച്ചാലും റിയാക്ഷൻ നടക്കും. പക്ഷേ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസിന് ഒരിക്കലും റിയാക്ടിവിറ്റി കൂടിയ മെറ്റലിന് അതിന്റെ സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ അവസാനത്തെ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റിയാക്ടിവിറ്റി സീരീസ് ആണ്. മെറ്റൽ എന്താണ്? ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളുടെ മുകളിലും റിയാക്ടിവിറ്റി കുറഞ്ഞ സാധനം താഴെയായിട്ട് നമ്മൾ എഴുതി. അതിൽ തന്നെ ഹൈഡ്രജന്റെ മുകളിലുള്ള ആൾക്കാർ ഹൈഡ്രോക്ലോറിക് ആസിഡോട് റിയാക്ട് ചെയ്യും. ഹൈഡ്രജന് താഴെയുള്ള ആൾക്കാർ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യില്ല. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്താണെന്ന് പഠിച്ചു. ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിനെ ആ ലെസ് റിയാക്റ്റീവ് മെറ്റൽ സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നതിനാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, പഠിക്കാൻ വേണ്ടി ഒരു കോഡ് തന്നു. PSC മാസ്റ്റർ 28 ലഡു കഴിച്ച് ഹായ് പറഞ്ഞ് കോപ്പർ പാത്രത്തിൽ സിൽവർ സ്പൂണിട്ട് ഇളക്കിയിട്ട് ഗോൾഡ് ഫിലിം കണ്ടു. ഓക്കെ, അപ്പോൾ അവസാനം നിങ്ങൾക്ക് ഒരു ചോദ്യം ഇതാണ്. നമ്മുടെ ബാറ്ററീസ് ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞു എന്താണ്, ഇതിലിങ്ങനെ റിയാക്ഷൻ നടക്കുന്നുണ്ട്, ഇങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ റിയാക്ഷൻസ് ഒക്കെ അല്ലാതെ ഞാൻ തുടക്കത്തിൽ ഈ ചാപ്റ്ററിന് തുടക്കത്തിൽ പറഞ്ഞു ഇലക്ട്രോ കെമിസ്ട്രി എന്നൊരു വലിയൊരു ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞു, ബാറ്ററീസ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. സോ എക്സാക്ട്ലി ബാറ്ററി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് സ്ലൈഡ്സിലായി ഞാൻ ഡിസ്കസ് ചെയ്തു എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇലക്ട്രോൺസ് ഉണ്ട്. നമുക്കറിയാം ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ കറണ്ട് ആണ്. കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ഇലക്ട്രോൺസ് വേണം. അപ്പോൾ ഇവിടെയൊക്കെ ഇലക്ട്രോൺസ് ഇങ്ങനെ റിലീസ് ആയി പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഒക്കെ വെച്ചിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടായിക്കൂടെ? അപ്പോൾ എങ്ങനെയാണ് ബാറ്ററീസ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിലും ഇനി വരാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So that will be the topic of next video, what makes the batteries work. So അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. With this, I conclude this video. Manorama Horizon, learning made simple.